ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. കുറച്ച് വർഷങ്ങളായിട്ട് സോളാർ ഇൻസ്റ്റലേഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നേരെ നമ്മുടെ പുതിയൊരു സോളാർ ഇൻസ്റ്റലേഷൻ സൈറ്റിലേക്ക് പോവാം. കുറച്ച് കാലങ്ങളായി സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന കൺസ്യൂമേഴ്സിന് പൊതുവേ ഉള്ളൊരു പേടിയാണ്. ഭാവിയിൽ KSEBിൽ നിന്ന് ഗ്രോസ് മീറ്ററിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ TOD ബില്ലിങ് പോലത്തെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പൊതുവേ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ സോളാർ വെക്കാനായിട്ടൊക്കെ മടിക്കുന്നൊരു സമയമാണ്. എങ്കിലും ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 4000 രൂപയ്ക്ക് മുകളിലൊക്കെ ബില്ലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. ഒരു 3.5-4 വർഷം കൊണ്ടൊക്കെ നമ്മുടെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ലിന് തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് തട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ സോളാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് വീട്ടിൽ സ്ഥാപിച്ച് ലൈറ്റ്, ഫാന്, TV അല്ലെങ്കിൽ AC ഒക്കെ കുറേ അൺലിമിറ്റഡായിട്ട് ഉപയോഗിച്ച് നമ്മൾ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലും വേഗം തന്നെ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു മെത്തഡാണ് ഇൻഡക്ഷൻ കുക്കിംഗ്. അതായത് നമ്മുടെ കുക്കിംഗ് മാക്സിമം ഒരു ഇൻഡക്ഷൻ സ്റ്റവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈദ്യുതി അടുപ്പിൽ നിന്ന് ഉപയോഗിച്ച് നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LPG സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിലൊരു LPG സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ സോളാർ വെച്ച ശേഷം ഇൻഡക്ഷൻ കുക്കിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം കൂടുമ്പോഴൊക്കെ ഒരു ഗ്യാസ് സിലിണ്ടർ മതിയാവും. അപ്പോൾ അങ്ങനെ വർഷത്തിൽ 12 സിലിണ്ടറിന് പകരം 3-4 സിലിണ്ടറിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. പാരലായിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കിംഗ് ഉപയോഗിച്ച് നമ്മുടെ പാചകം നടത്തുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ നമ്മളെ EVകൾ, ഇലക്ട്രിക് കാറുകളൊക്കെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വേഗത്തിൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ മുടക്കി ഒരു 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് സ്ഥാപിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ ഒരു EV ഉണ്ടെങ്കിൽ EV ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പെട്രോളും ഡീസലൊക്കെ അടിച്ച് ഓടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം 1 കിലോമീറ്ററിന് 6 രൂപ മുതൽ 9 രൂപ വരെ നമുക്ക് ചിലവുണ്ട്. ഇപ്പോൾ EV കാറുകൾ 1 കിലോമീറ്ററിന് 60 പൈസ മുതൽ 2 രൂപയ്ക്കുള്ളിൽ തന്നെ കോസ്റ്റ് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള EVകളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കോസ്റ്റ് 6-1 കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സോളാർ വൈദ്യുതി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ശേഷം കറണ്ട് ബില്ല് അങ്ങനെ കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല ലാഭകരമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. തെറ്റില്ലാത്ത ഒരു പ്ലാന്റാണ് 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് പ്ലാന്റ്. ആവറേജ് ഒരു 2000 രൂപ മുതൽ 4000 രൂപ വരെ അല്ല 5000 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന സിംഗിൾ ഫേസ് കണക്ഷനുകളാണ് കൂടുതലും നമുക്ക് ഉള്ളത്. അപ്പോൾ അതങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാവുന്നതാണ്. അത് പല രീതിയിൽ സ്ഥാപിക്കാം. നമുക്കിപ്പോൾ സബ്സിഡി സ്കീമിൽ DCR പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സബ്സിഡി സ്കീമുകളിൽ അല്ലെങ്കിൽ MNRE സ്കീമുകളിലൊക്കെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അതിന് പല ഇൻസ്റ്റാളർമാരും പല കോഴ്സുകളാണ് പറയുന്നത്. അത് ഓരോരുത്തരും ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്വാളിറ്റി, നമ്മുടെ സൈറ്റും അവരുടെ ഏരിയയൊക്കെ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ അനുസരിച്ച്, പിന്നെ ഓരോരുത്തരും മുന്നേക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സർവീസ് ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് അവരുടെ റേറ്റുകൾ വ്യത്യാസപ്പെടാം. ഏകദേശം ഒരു 1,50,000 മുതൽ ഒരു 2,30,000 രൂപ വരെയൊക്കെയുള്ള റേഞ്ചിൽ പല കോസ്റ്റിൽ ചെയ്യുന്ന ഇൻസ്റ്റാളർമാരുണ്ട്. ഇനി നോൺ സബ്സിഡി സ്കീമിലൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,60,000 മുതൽ ഒരു 1,90,000 രൂപ വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ നല്ല ക്വാളിറ്റിയിൽ നോൺ DCR പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് സെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള പാനലുകൾ ഉപയോഗിച്ച് മാക്സിമം വാറണ്ടിയുള്ള ലേറ്റസ്റ്റ് ഇൻവെർട്ടറുകളും അതുപോലെ തന്നെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള AC DC DBകളും മറ്റ് കമ്പോണൻസും ഉപയോഗിച്ചുകൊണ്ട് പ്രീമിയം റേഞ്ചിൽ നമുക്ക് വർക്കുകൾ തീർക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന നോൺ സബ്സിഡി സ്കീമിൽ നോൺ DCR പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഇവിടെ നമുക്ക് ഏകദേശം 3300 വാട്ട്സാണ് ടോട്ടൽ പാനൽ കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നത്. നിലവിലുള്ള സമയങ്ങളിൽ 2900 വാട്ട്സ് 3000 വാട്ട്സ് വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്നും പീക്ക് പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ്. ഒരു 5000 രൂപ അല്ലെങ്കിൽ ആ സറൗണ്ടിങ്ങിലൊക്കെ ബില്ല് വരുന്നവർക്ക്, ഇപ്പോൾ 4000 മുതൽ 7000 രൂപ വരെയൊക്കെ ബില്ല് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ അനുയോജ്യമായിരിക്കും. ഒരു 2 AC അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കിങ്, 4-5 ബെഡ്റൂമുകളുള്ള വീടുകളിൽ ബാക്കി യൂസേജ് എല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സഹായത്തോടുകൂടി വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു മിനിമം ചാർജ് KSEBിൽ നിന്ന് ബില്ലായിട്ട് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ എനർജി ചാർജസ് മാത്രമാണ് നമുക്ക് 0യിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്.
ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൻ്റെ ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് ഈ രീതിയിലാണ്. 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൻ്റെ കൂടെ തന്നെ ACDB DCDB എന്നിവ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൽ ഒരു സ്ട്രിങ് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രിങ് ഫ്രീ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ACDBയിലും DCDBയിലും സെപ്പറേറ്റ് SPD 10 SWG കോപ്പർ കണ്ടക്ടറിൻ്റെ സഹായത്തോടുകൂടി എർത്ത് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ACDBയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 20 ആംപിയറിൻ്റെ AC MCBയും അതുപോലെ തന്നെ SPDയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ലൈൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഓരോ ബട്ടണുകൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് റീഡിങ്ങുകൾ മാറി മാറി കാണാവുന്നതാണ്. ഇവിടെ ഈ ടുഡേ കാണിക്കുന്നുണ്ട്, അത് 11 യൂണിറ്റാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകദേശം 3 മണിക്ക് ശേഷം എടുത്തൊരു വീഡിയോ ആണിത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ്, അലാം, ഗ്രിഡ്, DC ഇതൊക്കെ ഇൻഡിക്കേഷൻസ് കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കും. നോർമൽ കണ്ടീഷനിൽ DC, ഗ്രിഡ്, വർക്കിംഗ് ഈ 3 ഇൻഡിക്കേഷനുകൾ തെളിഞ്ഞിരിക്കുന്നതായിരിക്കും. നമ്മൾ താഴത്തേക്ക് കേബിളുകളും എർത്തിങ്ങും കൊണ്ടുപോയിരിക്കുന്ന ഈ രീതിയിലാണ്. ഇൻവേർട്ടറിൻ്റെ ഒരു ഡാറ്റ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 545 വാട്ട്സിൻ്റെ 12 പാനലുകൾ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവേർട്ടർ സിസ്റ്റമാണ്. അതായത് 6 കിലോവാട്ട് വരെ നമുക്ക് പാനൽ ഇതിൽ ഓവർലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എർത്തിങ്ങുകളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ലെഗ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇൻവേർട്ടർ ഓൺ ഓഫ് സ്വിച്ച് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നീട് നമുക്കിതിൽ ഒരു സ്ട്രിങ് ഫ്രീ ആക്കി നിർത്തിയിരിക്കുന്നത് കാണാം. കൂടാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡോങ്കിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മൊബൈലിൽ ഡാറ്റാസ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. UTL ബ്രാൻഡിങ്ങിൽ വരുന്ന ഈ ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 വർഷം ഫ്രീ ഓൺ സൈറ്റ് സർവീസ് വാറണ്ടിയാണ് ഈ ഇൻവേർട്ടറിന് കമ്പനി അല്ലെങ്കിൽ മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്പ്ലേയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സുകൾ കൃത്യമായിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ കയറുകയും ACB പാരാമീറ്റേഴ്സ്, അതായത് അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, ഫ്രീക്വൻസി സെറ്റിങ്സുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുള്ള പാസ്വേഡ് അടിച്ച് നമുക്കതിൽ കയറാവുന്നതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആംബിയർ, അതുപോലെ തന്നെ വോൾട്ടേജ്, പവർ ഇതൊക്കെ നമുക്കിതിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5 കിലോവാട്ട് ഓൺ ഗ്രിഡ് ഇൻവേർട്ടറും 3 കിലോവാട്ട് സോളാർ പാനലുമാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിലേക്ക് ഉപയോഗം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു EV ഒക്കെ വാങ്ങിക്കുന്ന സമയത്തേക്ക് നമുക്ക് വീണ്ടും ഒരു 2 കിലോവാട്ടോ 3 കിലോവാട്ടോ പാനൽ ഈ ഇൻവേർട്ടറിലേക്ക് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് KSEB അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും തടസ്സം നമുക്ക് ഓൺ ഗ്രിഡ് നേരിട്ടാൽ ഈ 6 പാനലുകൾ ഈസി ആയിട്ട് നമുക്കൊരു ഓഫ് ഗ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നെറ്റ് മീറ്റർ പുതുതായിട്ട് സ്ഥാപിച്ച് ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം. അല്പം മുകളിലായിട്ടാണ് നമ്മൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ, അതുപോലെ MPPT ചാർജ് കൺട്രോളറുകൾ, നമ്മളൊരു ചെറിയ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, ഒരു വലിയ പ്ലാന്റ് ചെയ്ത് നിങ്ങളുടെ ബില്ല് പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളായിക്കോട്ടെ, ഈ ചാനൽ കാണുന്നവരോട് നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. മറ്റെന്തെങ്കിലും കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.